ഹായ് ഗായ്സ്, നമ്മള് ബാഡ്മിന്റൺ കളിക്കാൻ പോകല് വ്ളോഗാണ് ചെയ്യുന്നത്. ഫിച്ചൊക്കെ ചെയ്യാനുണ്ട്, കാണിച്ചു തരാം. ആദ്യം പഴം കഴിക്കട്ടെ. വെള്ളം വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ട് പോവാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പ് പറയാൻ പറ്റില്ല, ചിലപ്പം വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് വെള്ളം ഇവിടുന്ന് തന്നെ ഫില്ല് ചെയ്യുവാണ്. ഈ ഒരു വാട്ടർ ബോട്ടിൽ ലീക്കായി തുടങ്ങി, പുതിയ വാട്ടർ ബോട്ടിൽ എടുക്കേണ്ടിയിരിക്കുന്നു. ആ 2 ലിറ്റേഴ്സിന്റെ വാട്ടർ ബോട്ടിൽ എടുക്കാനായിട്ട് പറ്റില്ല എന്നേ. ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകും. അപ്പം അതുകൊണ്ട് എല്ലായിടത്തേക്കും അതെടുത്ത് പോവാറില്ല. ഇങ്ങനത്തെ ഒരു ചെറിയ വാട്ടർ ബോട്ടിലാണ് എപ്പോഴും ചൂസ് ചെയ്യാറ്. സോ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. ഒരു ബാഗ് ഉണ്ട്, ഇതിനകത്താണ് ഷൂ ഇരിക്കുന്നത്. ചെരുപ്പ് ക്രോക്സ് ഇട്ടിട്ടാണ് പോകുന്നത്. ആൻഡ് ബ്രിട്ടീഷ് സമ്മർ വെതർ, കിഡിലം വെതറാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ റാക്കറ്റ് ഇതിനകത്തുണ്ട്, കോർക്ക് ഇതിനകത്തുണ്ട് ആക്ച്വലി. പക്ഷെ എൻ്റെ കോക്ക് വെച്ചിട്ടല്ല കളിക്കുക. പുതിയ കോക്കും വന്നിട്ടുണ്ട്, അത് ഞങ്ങളെ കാണിക്കാം. പുതിയ കോക്ക് എടുത്തിട്ടായിരിക്കും വിവേകേട്ടം വരുന്നുണ്ടാവുക. പുള്ളിയാണ് ഞങ്ങളുടെ ഈ ഒരു ഓർഗനൈസ് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരെയും കളിപ്പിക്കുന്ന ആള്. പിന്നെ ഇതിട്ടിട്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക ഷോർട്സും. അത് പിന്നെ അവിടെ പോയിട്ട് വേറെ മാറ്റമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇവിടുന്ന് ഇട്ടുകൊണ്ട് തന്നെ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് മൂവ്. ബാഡ്മിൻ്റൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ട് കളിച്ച് പഠിച്ച ആളൊന്നുമല്ല, അല്ലെങ്കിൽ ഇതിന് കോച്ചിങ്ങിന് പോയ ഒരാളല്ല, അല്ലെങ്കിൽ ഇപ്പോഴും ട്രെയിനിങ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചെല്ലുന്നു, കുറച്ചു നേരം കളിക്കുന്നു, പോരുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഹൈ ക്വാളിറ്റി കളിയൊന്നുമല്ല. എന്നാലും ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് എല്ലാവരും നന്നായിട്ട് കളിക്കും. ചിലർക്കൊക്കെ നന്നായിട്ട് ഓൾറെഡി കളിക്കാൻ അറിയാം. ചെറുപ്പത്തിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ആളുകളും ഉണ്ട്. അവരായിട്ടൊക്കെ കളിക്കുമ്പോൾ നമ്മളുടെ കളി ഇമ്പ്രൂവ് ആവും. തോൽക്കും നമ്മൾ, അത് വേറെ കാര്യം. കാരണം തോറ്റ് നമ്മൾ കുറേ കളി തോക്കുമ്പോൾ എന്താ ഗുണം? പിന്നെ നമുക്ക് തോൽവി ഒരു പ്രശ്നമില്ലാതാവും. പിന്നെ നമുക്ക് എന്താണ് കളിക്കുക, അവിടെ ചെല്ലുക, ആ ഒരു അറ്റ്മോസ്ഫിയർ. അതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വാമാവും, നല്ല രീതിയിൽ വിയർക്കും. നല്ല ഹൈ ഇൻറ്റൻസിറ്റിയിൽ തന്നെ കളിക്കാറുണ്ട്. ചിലപ്പോൾ നല്ല റാലിയൊക്കെ പോകും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പോയിന്റ്സ് ലോസ് ആവും. അങ്ങനത്തെ ഒക്കെ ഒരു കളിയാണ്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ എപ്പോഴാണ് ഓഫ് ഉള്ളത് അപ്പോഴൊക്കെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാറുണ്ട്. അകത്ത് കയറിയിട്ടോ, നമ്മൾക്ക് അകത്ത് കയറാനായിട്ട് പറ്റും. കാരണം ഫുൾ കാശ് കൊടുക്കണം. ഈ ഈവനിങ്ങിൽ ഓഫ് പീക്ക് ടൈമിൽ മാത്രം നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും മെമ്പേഴ്സിന്. അല്ലാത്തവർക്ക് ഫുൾ ഡേ കോട്ട് പേ ചെയ്യണം. അല്ല കണ്ടില്ലേ, കളിക്കാൻ വരുന്നത് കണ്ടില്ലേ? എല്ലാവരും എത്തി തുടങ്ങി. ഇതാണ് നമ്മുടെ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പേരും മലയാളികളാണ്. അപ്പുറത്ത് ഇംഗ്ലീഷുകാരെ കളി നടക്കുന്നുണ്ട്. ഞാനൊരു കളി കളിച്ചിട്ട് കയറി തോറ്റു, ആസ് യൂഷ്വൽ. 16-21. കണ്ടേ, നമ്മളെ കളി ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് കളി തീരും. ലൈക്ക് പോയിന്റ് റാലി കുറവായിരിക്കും. ചിലപ്പോൾ കുറേ വരും റാലി, ഡിപ്പെൻസ് ചെയ്യുന്നുണ്ട്. ഔട്ടൊക്കെ പോകുന്നത് നമ്മളുടെ കൺട്രോളിലല്ലാത്ത രീതിയിലാണ് കളി പോകുന്നത്. ലൈക്ക് നമ്മൾ അടിക്കുമ്പോൾ തന്നെ നമുക്ക് എൻ്റേത് ഇതിലും അപ്പുറാട്ടോ. ഞാൻ അടിക്കുന്നതേ ഔട്ടാണ്. പവർ കൂടുതലായിരിക്കും, ബാക്കിലോട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക കൂടുതലും. ഇവിടെ സ്വിമ്മിങ് പൂൾ ഉണ്ട്. അപ്പോൾ നീന്താനൊന്നും അറിയില്ലെങ്കിലും അവിടെ വന്നൊന്ന് ചാടി കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ മാറി ഇനി റൂമിൽ പോയി കിടന്നുറങ്ങിയാൽ മതി. അത്രയും സമയമായി, 10 മണിയായി ഏകദേശം. വന്നപ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. പോകുമ്പോൾ ഇപ്പോൾ ഇരുട്ടായി, 10 മണിയായി. അപ്പോൾ ഇവിടെ 10 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇറങ്ങി പരിപാടിയൊക്കെ കഴിഞ്ഞു. നല്ല കളിയായിരുന്നു ഒന്ന്. നല്ല റാലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കളിച്ച കളി വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. 2 കളി ജയിച്ചു, 3 കളി തോറ്റു. ഇന്നത്തെ നിലവാരം അതാണ്. ഞാനും നല്ല കുറേ കളികളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ക്ഷീണിക്കുന്നേ. ചിലപ്പോൾ ജിമ്മും ഇതെല്ലാം കൂടെ കഴിയുന്നത് കൊണ്ടായിരിക്കും. അല്ല, പണ്ടേ എനിക്ക് എൻഡുറൻസ് ഭയങ്കര കുറവാണ്. ലൈക്ക് കുറേ നേരം എനർജി സേവ് ചെയ്തുകൊണ്ട് കളിക്കാനായിട്ട് പറ്റത്തില്ല. 2-3 കളി കഴിയുമ്പോഴത്തേന് എൻ്റെ കയ്യിൽ നിന്ന് പോകും. വീട്ടിലെത്തി ഇനി പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാൻ. ഗൈസ്, വരെയൊക്കെ എല്ലാവരോടും ബൈ.